ഹായ്, ഹലോ, ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മൾ ഗ്രാമർ പാർട്ട് തന്നെയാണ് കുറച്ച് കവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതായത് ഒരു വാക്കിന് തന്നെ ഒരുപാട് സിറ്റുവേഷൻസിൽ ചിലപ്പോൾ എന്താണ് അവസ്ഥ എന്ന് പറയുന്നൊരു വാക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെന്താണ് രണ്ട് അർത്ഥങ്ങൾ വരും. നമ്മളുടെ ബാല്യാവസ്ഥ, യൗവനാവസ്ഥ എന്നൊക്കെ നമ്മൾ പറയും. നമ്മൾ ഏജിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിനെ ഇന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ एकार्थक प्रतीत होने वाले युग्म शब्द अवस्था आयु। अवस्था जीवन की निश्चित अवधि, बाल्यावस्था युवावस्था। आयु मीन्स जीवन की पूर्ण अवधि, 10 वर्ष 20 वर्ष. आयु मीन्स ഇന്ന വർഷം, 10 വർഷം 20 വർഷം. പിന്നെ അടുത്തത് അപ്പം അങ്ങനെയാണ് ഓരോ വാക്കുകളുടെ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അഭിമാൻ, അഹങ്കാർ, അഭിമാൻ, സച്ചാ ഗർവ്, അഹങ്കാർ, ജൂട്ടാ ഗർവ്, അചൽ, അചല, അചൽ, പർവ്വത്, അചൽ, അചല, പൃഥ്വി, അവധി, അവധി, അവധി ഹിന്ദി കാ ഏക ഭാഷ. പിന്നെ അവധി സമയസീമ, അപ്പോൾ ഒരു നിശ്ചിത സമയത്തിനെ സൂചിപ്പിക്കുന്നതിനും അവധി എന്നാണ് പറയുന്നത്. ഹിന്ദിയിലെ ഒരു പഴയ ഹിന്ദി സാഹിത്യത്തിലെ ഒരു ലാംഗ്വേജാണെന്ത് അവധി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വാക്കിന് തന്നെ ഒരുപാട് മീനിങ്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ അഹങ്കാർ എന്ന് പറയുന്നത് ജൂട്ടാ ഗർവ്, അനിവാര്യ, ആവശ്യക്, അനിവാര്യ, ഏസാ കാം ജിസെ ടാല യാ ചോട ना जा सके, आवश्यक, ऐसा ज़रूरी काम जिसमें अनिवार्यता हो, अमूल्य, बहुमूल्य, अमूल्य, जिसका कोई मूल्य ना हो, बहुमूल्य, बहुत कीमती, अस्त्र, शास्त्र, अस्त्र, ऐसा हथियार जिसका प्रयोग फेंक कर दिया किया जाए, जैसे तीर, गोली आदि. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ആദി ഓർ, ആദി അഭ്യസ്ത്. അപ്പം ഇങ്ങനെ ഓരോ വാക്കുകളുടെയും കൃത്യമായിട്ടുള്ള അർത്ഥങ്ങൾ ഇതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ അടുത്തത് वाक्यांश के लिए एक शब्द जो सब कुछ जानता हो, सर्वज्ञ, जिसको दौड़ा ज्ञान हो, अल्पज्ञ, जिसका कोई आगार ना हो, निरागार, जिसका कोई आगार हो, सागार, जो ईश्वर को मानता हो, आस्तिक, ईश्वर को ना मानने वाला, नास्तिक, जो पाप करता हो, पापी, जो धर्म कर्म करने वाला हो, धर्मात्मा, जिसकी आत्मा महान हो, महात्मा, पश्चिम से संबंध रखने वाला, पाश्चात्य, पाश्चात्य, दिन में एक बार होने वाला, दैनिक, सप्ताह में एक बार होने वाला, साप्ताहिक, मास में एक बार होने वाला, मासिक, वर्ष में एक बार होने वाला, वार्षिक, जो शुद्ध ना हो, अशुद्ध, जिसके चित्त में दृढ़ निश्चय हो, दृढ़ निश्चयी. ഇങ്ങനെ ഒരുപാട് ഇത് നമുക്ക് കാണാം. വാക്യാംശിക്കയിലെ ഒരു സെൻറ്റൻസിന് ഒരു വേർഡ് എന്നുള്ളതാണെന്ത് വാക്യാംശിക്കയിലെ ശബ്ദ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വാക്കായിട്ട് ചുരുക്കി പറയുന്നതിനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജോ സബ് കുച്ച് ജാൻതാ ഹോ, അതിൻ്റെ ഒറ്റ വേർഡിൽ പറയുമ്പോൾ സർവജ്ഞൻ. അപ്പോൾ അത് തന്നെയാണ് ഓരോ ഇതായിട്ട് വാക്യാംശ എന്ന് പറഞ്ഞ് വാക്യാംശിക്കയിലെ ഏക ശബ്ദം എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം.